നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 26. അല്ലിയുടെ വീട്ടിലേക്ക് എത്തിയതും നന്ദുവിനാകെ പേടിയായി. ഇവിടെയുള്ളവർ എന്തെങ്കിലും പറയോ? നന്ദു ആദിയോട് ചോദിച്ചു. എന്തിനാ? ആരും ഒന്നും പറയില്ല, ഞാനില്ലേ? ആദ്യ അവനെ ആശ്വസിപ്പിച്ചു. അകത്തേക്ക് കയറിയതും അല്ലി ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യയെ കണ്ടതും അല്ലി മുഖം വീർപ്പിച്ചു. വേറെ ഒന്നുമല്ല, രാവിലെ അവളോട് പറയാതെ പോയത് തന്നെ കാരണം. നന്ദുവിനെ കണ്ടപ്പോൾ അല്ലി സന്തോഷത്തോടെ തന്നെ സംസാരിച്ചു. അല്ലിയുടെ വീട്ടുകാരും അവനോട് സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയത്. അതോടെ നന്ദുവിൻ്റെ പേടി പോയി. ആദ്യമായിട്ട് പറഞ്ഞത് നന്ദുവിന് സമ്മതമല്ലേ? അല്ലി ചോദിച്ചു. എനിക്ക് അത് അങ്ങനെയൊന്നും വേണ്ട ചേച്ചി, പക്ഷേ ഞാൻ പൈസ ഒക്കെ തന്നേക്കാം കേട്ടോ, നന്ദു അല്ലിയോട് പറഞ്ഞു. ഏത് പൈസ? അല്ലി ചോദിച്ചു. സാറ് പറഞ്ഞല്ലോ കുറേ പൈസ ചിലവായി എന്ന്. എന്നെ പഠിപ്പിച്ച് ജോലി കിട്ടുമ്പോൾ മതിയെന്നാ സാറ് പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ വേഗം തന്നോളാം. നന്ദു പറഞ്ഞത് കേട്ട് അല്ലി ആദ്യം തറപ്പിച്ചു നോക്കി. അവൻ അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. നിന്റെ ഏട്ടന് വട്ടാണ്. നോക്ക് നന്ദു, നിനക്ക് എത്ര വയസ്സുണ്ട്? 16 17 അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ പഠിക്കേണ്ട പ്രായമല്ലേ. ഈ പ്രായത്തിൽ ജോലി ചെയ്യുന്നവരില്ലെന്നല്ല, പക്ഷെ അതവരുടെ സാഹചര്യം കൊണ്ടല്ലേ. പഠിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അത് തള്ളി കളയരുത്, അല്ലി അവനോട് പറഞ്ഞു. നന്ദു പക്ഷേ അവൾ പറഞ്ഞത് ഒന്നും കേട്ടില്ല. നിന്റെ ഏട്ടൻ എന്ന് അവൾ പറഞ്ഞ ആ ഒരു വാക്കിൽ മാത്രം അവൻ കുടുങ്ങിപ്പോയിരുന്നു. നന്ദു, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നീ എന്താ ഒന്നും പറയാത്തേ? അല്ലി വീണ്ടും ചോദിച്ചു. ഞാൻ നിങ്ങളുടെ ആരായിട്ടാ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ? നിങ്ങൾക്ക് എന്നെ നേരത്തെ അറിയുമോ? നന്ദു ചോദിച്ചു. അല്ലി അവനെ സ്നേഹത്തോടെ നോക്കി. ഞങ്ങൾക്ക് ആർക്കും നന്ദുവിനെ അറിയില്ലായിരുന്നു, പക്ഷെ കണ്ടപ്പോൾ ആരൊക്കെയോ ആയിട്ട് തോന്നി, അതാണ്. നിനക്ക് ഞങ്ങളെ ഇഷ്ടമായില്ലേ? അതാണോ നീ വരാൻ മടി കാണിക്കുന്നത്? അല്ലി ചോദിച്ചതും നന്ദു ആദ്യം നോക്കി. ഇഷ്ടമല്ലെന്ന് പറയാൻ അവന് പറ്റില്ലായിരുന്നു. കാലങ്ങൾക്ക് ശേഷം ദേഷ്യം കാണിച്ചിട്ടാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തന്നത് അവനാണ്. അവൻ്റെ മുഖത്ത് കണ്ട കരുണയും ദേഷ്യത്തിന് പുറകിൽ അവൻ മറച്ചു വെച്ച സ്നേഹവും നന്ദുവിന് മനസ്സിലായിരുന്നു. പക്ഷേ അതെന്തിനാണെന്ന് മാത്രമാണ് അവന് മനസ്സിലാകാത്തത്. എനിക്ക് സമ്മതമാണ്, നന്ദു ആദ്യം ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് അല്ലിയോട് പറഞ്ഞു. ആദ്യക്ക് അവൻ്റെ ഭാവം കണ്ട് ചിരി വന്നെങ്കിലും അവൻ ചിരി അടക്കി നിന്നു. നന്ദുവിനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നറിയോ? അല്ലി ചോദിച്ചു. അവനില്ലെന്ന് തലയാട്ടി. ഒരു സ്നേഹ വീട്ടിലേക്കാണ്. അവിടെ ഞങ്ങളുടെ അച്ഛമ്മ ഉണ്ട്, പിന്നെ കുറേ അമ്മമാരും പിന്നെ കുറേ സഹോദരങ്ങളും, അല്ലി പറഞ്ഞു. നന്ദു ആദ്യം നോക്കി. എൻ്റെ അച്ഛമ്മ നിൻ്റെ അച്ഛമ്മ തന്നെയാണ്, അങ്ങനെയേ കാണാവൂ, ആദ്യം അവനോട് പറഞ്ഞു. എന്തിനാ എന്നോട് ഈ സ്നേഹം കാണിക്കുന്നത്? നന്ദു വീണ്ടും ചോദിച്ചു. ജോലി കിട്ടുമ്പോൾ ഈ പൈസയൊക്കെ തിരിച്ചു തരണം, അത്രയേ ഉള്ളൂ, ആദ്യം പറഞ്ഞു. തരും. കണ്ണുകൾ നിറയുമെന്ന് തോന്നിയതും നന്ദു വേഗം അപ്പുറത്തേക്ക് പോയി. ആദ്യം അവനെ കുറച്ചു നേരം ഒറ്റയ്ക്ക് വിട്ടു. ആദ്യം അരികിൽ വന്നിരുന്നതും അല്ലി അവൻ്റെ തോളിലേക്ക് തല ചായച്ചു. എല്ലാവരോടും ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്ന എൻ്റെ ചെക്കൻ എന്തിനാ ആ പാവം പയ്യനോട് ദേഷ്യപ്പെടുന്നത്? അവൾ ചോദിച്ചു. അല്ലെങ്കിൽ അവൻ അനുസരിക്കില്ല കൃതി, അവനെ അനുസരിപ്പിക്കാൻ ഇതേ വഴിയുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമായോ അവനെ? എന്താവും എനിക്ക് അങ്ങനെ ഇഷ്ടം കൃതി? എനിക്കും ഇഷ്ടമായല്ലോ. ആർക്കും ഇഷ്ടമാവുന്നൊരു കുട്ടി, എൻ്റെ ആദ്യേട്ടനെ പോലെ ഒരു പാവം. ആദ്യേട്ടൻ്റെ അനിയനെയായിരുന്നു ഇഷ്ടം, അതാണോ അവനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടത്? അറിയില്ല, അങ്ങനെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല കൃതി. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ സ്പെഷ്യലാണ്. ഈ വീട്, നിൻ്റെ ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടമാണ് എനിക്ക് അവനോടും തോന്നിയത്. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ കൃതി? അവൻ ചോദിച്ചു. അച്ഛമ്മയ്ക്കും അവന് ഇഷ്ടമാവും അല്ലേ ആദ്യേട്ടാ? അല്ലി ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുപോകും കൃതി. എനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ ഞാനും കൂടെ വന്നേനെ, അല്ലി വിഷമത്തോടെ പറഞ്ഞു. ഒരുമിച്ച് പിന്നൊരിക്കൽ പോവാം, മതിയില്ലേ? ആദ്യം ചോദിച്ചു. എന്നിട്ട് തിരികെ വന്നതിനെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുമോ? ഇല്ല കൃതി, ഒക്കെ ഭേദമായിട്ട് വന്നാൽ മതി. അത് കേട്ടതും അലിയുടെ മുഖത്ത് പിണക്കം നിറഞ്ഞു. എന്നോടൊരു ഇഷ്ടമില്ല, അവൾ പറഞ്ഞു. അല്ലിയെ മാത്രമേ ഇഷ്ടമുള്ളൂ, പക്ഷേ ഇവിടെ നിന്നാൽ മതി, അതാണ് നല്ലത്.
എന്നായി റെസ്റ്റ് എടുത്തോ. അവിടെ വന്നാൽ ഒന്നിനും റെസ്റ്റ് ഒന്നും കിട്ടില്ല. ശരിക്കും എന്നെ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും എന്നെയല്ലോ ആദ്യം ഇഷ്ടപ്പെട്ടത്. അത് സത്യം. ആദ്യം പറഞ്ഞതും അല്ലി പിണങ്ങി എഴുന്നേക്കാൻ പോയി. നോക്കിവിടോ, പിണങ്ങല്ലേ. ഇപ്പൊ ഞാൻ കൊണ്ടുപോകാത്തതെന്ന് പറയട്ടെ. എനിക്കില്ലേ ഹൃദയ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതാണോ കൊണ്ടുപോകാത്ത? അതല്ലല്ലോ, ഹൃദയെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കാൻ തോന്നും. ചുമ്മാ. സത്യമാണേ, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നും. അപ്പോൾ മുമ്പത്തെ പോലെ ചിലപ്പോൾ ഒരു ഉമ്മയൊന്നും നിന്നില്ലെങ്കിലോ? ആദ്യം അല്ലയോട് ചേർന്നിരുന്നു രഹസ്യമായി പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയാൻ അറിയോ? അല്ലി ചോദിച്ചു. അറിയാമെന്ന് മനസ്സിലായില്ലേ? അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. അല്ലി അവനെ കൂർപ്പിച്ചു നോക്കിയെങ്കിലും അല്ലിയുടെ ചുവന്ന മുഖം അവൻ ഒന്നുകൂടെ മുത്തി ചുവപ്പിച്ചു. പിറ്റേന്ന് ആദിയുടെ ബുള്ളറ്റിലാണ് ആദിയും നന്ദുവും അച്ഛമ്മയുടെ അടുത്തേക്ക് പോയത്. ഉച്ചയോടെയാണ് അവർ സ്നേഹാലയത്തിലെത്തിയത്. അച്ഛമ്മയോട് എല്ലാം നേരത്തെ പറഞ്ഞിരുന്നു. അവർ വരുന്നത് അറിയുന്നത് കൊണ്ട് അച്ഛമ്മ അവരെ കാത്തു നിന്നിരുന്നു. അച്ഛമ്മയെ കണ്ടതും നന്ദു നേരിയൊരു ഭയത്തോടെ ആദിയെ നോക്കി. ഇവിടെ കൊണ്ടുവന്നത് അവർക്കൊക്കെ ഇഷ്ടമാവുമോ എന്നുള്ള ചിന്തകൾ അവൻ്റെ മനസ്സിലുരുത്തിയിരുന്നു. ആവശ്യമില്ലാത്ത ചിന്തകൾ ഒന്നും വേണ്ട, ഇവിടെ ആരും നിന്നെ ഒന്നും പറയില്ല. അവൻ്റെ മുഖം കണ്ടതും ആദ്യ പറഞ്ഞു. നന്ദു അന്തം വിട്ട് ആദ്യം നോക്കി. ഇതിപ്പോൾ ഞാൻ ഓർക്കുന്നതും ഇങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയോ? IPSകാർക്ക് മൈൻഡ് റീഡിങ് അറിയോ? അവൻ പിന്നെയും ആലോചിച്ചു. ഇനി അതും ആലോചിച്ച് സമയം കളയണ്ട, സാമാന്യ ബോധം മതി നീ ചിന്തിക്കുന്നത് ഊഹിക്കാൻ. ആദ്യം പിന്നെയും അവനോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. നന്ദു അവനെ അന്തം വിട്ട് നോക്കിയിട്ട് അവൻ്റെ പിറകെ നടന്നു. അച്ഛമ്മയെ നന്ദുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ നന്ദുവിന് ആദ്യം തോന്നിയ പേടിയുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഗൗരവമാണെങ്കിലും സ്നേഹമുള്ളവരാണെന്ന് അവന് മനസ്സിലായി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം അവൻ നന്ദുവിനെയും കൊണ്ട് അടുത്തുള്ള കോളേജിലേക്ക് പോയി. അച്ഛമ്മ അവിടെ അവനൊരു സീറ്റ് പറഞ്ഞു വെച്ചിരുന്നു. കോളേജിൻ്റെ ഗേറ്റ് കടന്നതും നന്ദു അത്ഭുതത്തോടെ ആദ്യം നോക്കി. അവന് വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു. ആദ്യം പറഞ്ഞിരുന്നെങ്കിലും അവനൊന്നും വിശ്വസിച്ചില്ലായിരുന്നു എന്നതായിരുന്നു സത്യം. സോഷ്യോളജി ആയിരുന്നു അവൻ്റെ വിഷയം. ആ കോഴ്സ് തന്നെ അവനെ അവിടെ ചേർത്തു. തിരികെ സ്നേഹാലയത്തിലെത്തിയ നന്ദുവിന് അവനായി കൊടുത്ത റൂം കാണിച്ചു കൊടുത്തു ആദി. ഇതെൻ്റെ റൂമായിരുന്നു. ഞാനിവിടെ താമസിക്കുന്ന സമയത്ത് ഇവിടെ ചെറിയ ജോലികൾ അച്ഛമ്മ പറയും, അത് മാത്രം നീ ചെയ്താൽ മതി. മാസാവസാനം ചെറിയൊരു സാലറി നിനക്ക് അച്ഛമ്മ തരും. ഞാനും ചെയ്തതാണ് ഇതൊക്കെ. നിൻ്റെ ആവശ്യങ്ങൾക്ക് നിനക്ക് ആരോടും ചോദിക്കേണ്ടി വരില്ല. പക്ഷേ കോളേജിലെ എല്ലാ ചിലവും ഞാൻ ചെയ്തോളാം. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ആദി പറഞ്ഞു. നന്ദുവിനോട് ഫ്രഷ് ആവാൻ പറഞ്ഞിട്ട് ആദ്യം അച്ഛമ്മയുടെ റൂമിലേക്ക് ചെന്നു. ഞാൻ തന്നെയാണ് അച്ഛമ്മേ. അവനെ മാറ്റി നിർത്തരുത്, ആദ്യം അച്ഛമ്മയോട് പറഞ്ഞു. ലച്ചുവിൻ്റെ പ്രായമല്ലേ ഉള്ളൂ കണ്ണാ, ഞാൻ നോക്കിക്കോളാം. എന്താ എൻ്റെ മോനാ കുട്ടിയോട് ഇത്ര ഇഷ്ടം? ഇക്കാലത്തിനിടയ്ക്ക് ലച്ചുവിനോട് പോലും നീ ഇങ്ങനെയൊരു അടുപ്പം കാണിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ, അച്ഛമ്മ ആദ്യയോട് ചോദിച്ചു. ഒരാളെ ഇഷ്ടപ്പെടാനും നമ്മുടെ സ്വന്തമായി കാണാനും കാരണം വേണോ അച്ഛമ്മേ? അവനെ കണ്ടതു മുതൽ അവൻ എൻ്റെ സ്വന്തമാണെന്ന് ആരോ പറയുന്നത് പോലെ അവനെ ചേർത്ത് നിർത്താൻ മനസ്സ് പറയുന്നു. അതാ ഞാൻ ചെയ്തത്. നല്ലൊരു കുട്ടിയല്ലേ അവൻ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ആദ്യം അച്ഛമ്മയോട് പറഞ്ഞു. ആദ്യം അന്വേഷിച്ചു വന്ന് നന്ദു ഇതെല്ലാം കേട്ട് കണ്ണു നിറച്ച് നിന്നിരുന്നു. അവൻ വേഗം റൂമിലേക്ക് തിരിച്ചു പോയി. അവന് സങ്കടം വരുന്നുണ്ടായിരുന്നു. ആദിക്ക് അവൻ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് അവൻ ആ നിമിഷം ഉറപ്പിച്ചു. നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണമെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് ആദി വന്ന് അവന് പോവാറായി എന്ന് പറഞ്ഞു. നന്ദു അവൻ്റെ ഒപ്പം പുറത്തേക്ക് ചെന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ആദ്യം ഇറങ്ങിയതും ആദ്യം നന്ദുവിനെ ഒന്ന് നോക്കി. നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആദ്യം അവനെ അടുത്തേക്ക് വരാൻ തലകൊണ്ട് ആംഗ്യം കാണിച്ചതും നന്ദു ഓടിച്ചെന്നു. എന്താ കണ്ണ് നിറഞ്ഞത്? ആദ്യം ചോദിച്ചു. പെട്ടെന്ന് ഒറ്റയ്ക്കായതുപോലെ തോന്നി, അതാ, നന്ദു പറഞ്ഞു. നിനക്കിവിടെ എല്ലാവരും ഉണ്ട്, പിന്നെ ഞാനും നിൻ്റെ ചേച്ചിയുണ്ട്, പിന്നെ നീ എങ്ങനെയാ ഒറ്റയ്ക്കാവുന്നേ? ആദ്യം ചോദിച്ചു. എന്നെ വലിയ ഇഷ്ടമാണല്ലേ? എനിക്കറിയാം, നന്ദു വേഗം പറഞ്ഞു. അത് കേട്ടതും ആദ്യം അവനെ ഒന്ന് കണ്ണു കൂർപ്പിച്ച് നോക്കിയിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോയി. എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല, എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, നന്ദു പിന്നെയും ഉറക്കി വിളിച്ചു പറഞ്ഞു. സ്നേഹാലയത്തിൻ്റെ ഗേറ്റ് കടക്കവേ
ആദ്യയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആദ്യയുടെ ബുള്ളറ്റ് കണ്ണിൽ നിന്ന് മറഞ്ഞതും നന്ദി കണ്ണുകൾ തുടച്ചു. അച്ഛമ്മ അവനെ ചേർത്ത് പിടിച്ചു. അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഇപ്പോൾ എനിക്കും, അച്ഛമ്മ പറഞ്ഞു. നന്ദുവിൻ്റെ സങ്കടം കൂടിയേ ഉള്ളൂ.